Alhamdulillah. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, 17ാമത് പ്രഫ്കോണിന്റെ അവസാന നിമിഷങ്ങളിലും ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികളുടെ ഈ മഹാകൗതുകം കാണാൻ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നെത്തിയ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വളരെ പ്രസക്തമായൊരു വിഷയത്തെ സംബന്ധിച്ച് ഏതാനും മിനിറ്റുകൾ, ഏതാനും ചില സൂചനകൾ നൽകി അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചക ജീവിതത്തിലേക്ക് കടന്നെത്തുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കടന്നെത്തുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ശക്തമായ, ആത്മാർത്ഥമായ, ഹൃദയപൂർവ്വമുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രവാചക ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട ഏതോ തുരുത്തിൽ മക്കയിലെ തെരുവിലും മക്കയിലെ യുവാക്കൾക്കിടയിലും തിളങ്ങി നിൽക്കുന്ന ആ മനുഷ്യന്റെ കണ്ണും അയാളുടെ ജ്വലിക്കുന്ന ഭാവവും വ്യക്തിത്വവും കണ്ട്, രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തി തരണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ആകാശത്തു നിന്ന് കിട്ടിയ ഉത്തരമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾക്കിടയിൽ അഗാധമായ ആഴവും വളരെ ആത്മാർത്ഥമായ തലവും ഉണ്ട് എന്നതിൽ സംശയമില്ല. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകാണ്ട് സംസാരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി, അല്ല ഉമർ, എങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമല്ല. നിങ്ങൾ നിങ്ങളെക്കാളും എന്നെ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളെക്കാളും എന്നെ സ്നേഹിക്കണം. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലെ ഏതെങ്കിലും ഇടവഴിയിൽ വെച്ച്, ഈത്തപ്പന മരങ്ങൾ തണൽ വിരിച്ച ഏതെങ്കിലും വഴിയോരങ്ങളിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞതും അവിടെ മാത്രം അവസാനിക്കേണ്ടതുമല്ല. ഒരു വൈജ്ഞാനിക യാത്രയിൽ ഇവിടെ എത്തിപ്പെട്ട നമുക്ക് നമ്മളോടിപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം, വിശുദ്ധവും അവിശുദ്ധവുമായ ഒരുപാട് സ്നേഹബന്ധങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. സ്നേഹബന്ധങ്ങളെയും ആത്മബന്ധങ്ങളെയും പരിപാലിക്കാനും പരിലാളിക്കാനും വേണ്ടി വേറെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ മനുഷ്യചരിത്രത്തിന്റെ മാർഗദർശനത്തിന്റെ പ്രവാചകനായി മാനവരാശിയോട് മാർഗദർശനത്തിന്റെ അക്ഷരപ്രകാശങ്ങൾ സംസാരിച്ച് നിയോഗിതനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്കുയരുന്ന മിനാരങ്ങളിൽ നിന്നും ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന ആ പേര്, അതും എന്റെ ജീവിതവുമായി എന്ത് ബന്ധം നിലനിന്നിട്ടുണ്ട്. ഒരു ഉപ്പാക്ക് വേണമെങ്കിൽ ആലോചിക്കാം, എല്ലാ രാത്രിയും ഞാൻ എത്തുമ്പോൾ രാവിലെ ഉണരുന്ന എന്റെ മകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മധുരമിഠായി കൊണ്ടുവന്ന് ഞാൻ എന്റെ മകനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യാമ്പസിലേക്ക് വരുന്ന എന്റെ ഉപ്പനെ ക്യാമ്പസിലെ ഫ്രണ്ട്സിന്റെ മുന്നിൽ മനോഹരമായി പരിചയപ്പെടുത്തി ഞാൻ എന്റെ ഉപ്പയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സ്നേഹം പിടിച്ചുപറ്റാൻ. എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, ആ നബിയെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വളരെ തണുത്തുറഞ്ഞ രാത്രിയിൽ മരച്ചില്ലകളിൽ തന്റെ ചിറകുകൾക്കിടയിൽ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു പക്ഷി മുതൽക്ക് രോഗിയായി കിടക്കുന്ന മാതാവിന്റെ വേദനയേരിക്കുന്ന ശരീരത്തിന്റെ അരികിൽ സ്റ്റീറോയിഡുകളെക്കാളും അതല്ലെങ്കിൽ പെയിൻ കില്ലറുകളെക്കാളും ശക്തമായ ആശ്വാസ വരി കൊണ്ട് നിറക്കണ്ണുകളോടുകൂടെ കാവൽ നിൽക്കുന്ന മക്കൾ മുതൽക്ക്, പാതിവേദനയുള്ള പ്രസവത്തിലൂടെ താൻ ജന്മം നൽകിയ മകൻ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ പൊട്ടിക്കരയുന്ന മാതാവ് മുതൽക്ക്, ഇത്തരം വൈകാരിക പ്രകടനങ്ങളുടെ അടിസ്ഥാനപരമായ ഘടകം മനസ്സ് എന്ന നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ള ഒരു സാഹചര്യമുള്ളിടത്ത് അവരെയൊക്കെ നമ്മൾ രേഖപ്പെടുത്തി എന്നതാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഇത്തിരി പോന്ന ഹോൾസിനുള്ളിലൂടെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾക്ക് മധ്യത്തിൽ കിടക്കുന്ന പിതാവിനെ നോക്കിയപ്പോൾ വിങ്ങിപ്പൊട്ടിയത്
സ്വന്തം സുഹൃത്ത് മരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം പിടച്ചത്, എന്നുവേണ്ട ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവർ എന്ന് പറയുന്നവരുടെ നഷ്ടങ്ങളിൽ നമ്മൾ ദുഃഖിച്ചത്, അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ അഭിമാനം കൊണ്ടത് ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ അറിയുന്നു. അതെന്താണെന്നറിയോ? അവരെ നമുക്കറിയാം, അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും അറിയാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് എന്റെ ഹൃദയം പിടക്കുന്നില്ല? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് സ്വകാര്യ ദുഃഖത്തിന്റെ ഒരുപാട് നിമിഷങ്ങളിൽ മുഖം പൊത്തി കരഞ്ഞ ഞാൻ എന്റെ ചുണ്ടു വരച്ചിട്ടില്ല? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് വേദന തോന്നിയിട്ടില്ല? ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഇത്തരം പുസ്തകങ്ങളുടെയും ഇത്തരം ഡോക്യുമെന്ററികളുടെയും ഇത്തരം 100,000 കാര്യങ്ങൾക്കിടയിലൂടെ ജീവിച്ച് തെറ്റുദ്ധാരണകളിൽ എത്തിപ്പെട്ട മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഒരു ദിവസം പോലും ഞാൻ എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി എന്റെ പ്രവാചകൻ എന്ത് സഹിച്ചുവെന്നും എന്റെ പ്രവാചകന്റെ ജീവിതം എന്താണ് എന്നും അറിയാൻ ഞാൻ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ജനിക്കുന്നതിന്റെ മുൻപേ പിതാവ് നഷ്ടപ്പെട്ട 6-ാം വയസ്സിൽ തന്റെ മടിയിൽ കിടന്ന ഒരു യാത്രാമധ്യേ ഉമ്മ മരിക്കുമ്പോൾ എന്റെ ഉമ്മ മരിക്കുകയാണ് എന്ന് പോലും അറിയാത്ത, മണ്ണിട്ട് മൂടി ആ ശ്മശാനത്തിന്റെ അരികിൽ നിന്ന്, കുഴിമാടത്തിന്റെ അരികിൽ നിന്ന് ജീവിതത്തിന്റെ ഏകാന്തതയിലേക്കും അത്താണികളില്ലാത്ത ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്കും കടന്നു വരേണ്ടി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകൻ വേറിട്ട ചിത്രങ്ങളിൽ പലയിടങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. തന്റെ നാട് മുഴുവൻ അധർമ്മങ്ങളിലും അക്രമങ്ങളിലും മുഴുകുമ്പോഴും പരിശുദ്ധിയും ജീവിതത്തിന്റെ വിശുദ്ധിയും സൂക്ഷിച്ചുകൊണ്ട് അധർമ്മങ്ങൾക്കിടയിലൂടെ തന്റെ അശക്തമായ കൈകൾ കൊണ്ട് വിശുദ്ധിയുടെ ആ തോണി മറുകരയണക്കാൻ ശ്രമിക്കുന്ന മാന്യനായ മനുഷ്യന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നു. അതിന്റെയും അപ്പുറത്ത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ആരുടെയെങ്കിലുമൊക്കെ കച്ചവട വസ്തുക്കൾ തോളിലേറ്റി ചുമലിലേറ്റി, ഈത്തപ്പഴമുണ്ടേ, ഈത്തപ്പഴം വേണോ നിങ്ങൾക്ക് ഈത്തപ്പഴമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഉക്കാല ചന്തയിലെ, ഷാമിലെ, മക്കയിലെ മാർക്കറ്റുകളിൽ കച്ചവടം നടത്തുന്നവനായി ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ കാണുന്നു. അതും കഴിയുമ്പോൾ ഒരു ദിവസം ഹിറാ ഗുഹയിൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ അതാ വരുന്നു 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ. ഒരിക്കലും കാണാത്ത ചിത്രം, ഒരിക്കലും കാണാത്ത രൂപം, ചരിത്രത്തിലെ ദൗത്യ നിർവഹണത്തിന്റെ ബാധ്യതകൾ ഏൽപ്പിക്കപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ഈർക്കിളിൽ കെട്ടിയ, വ്യത്യസ്ത നിറങ്ങളിൽ ചുറ്റിക്കെട്ടിയ കടലാസുകൾ പിടിച്ച്, കൊടികൾ പിടിച്ച് റോട്ടിലൂടെ സ്കൗട്ടും ദഫുമായി നടന്ന അനുഭവത്തിന്റെ അപ്പുറത്ത് പ്രവാചക സ്നേഹത്തിന് നമുക്ക് അനുഭവമില്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ കണ്ണീരിറ്റ് വീണിട്ടില്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ ജീവിതത്തിൽ സാക്രിഫൈസുകൾക്ക് റെഡിയല്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ ഒരു CD കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് പ്രവാചകന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രവാചകന് പ്രവാചകത്വം കിട്ടുന്നത് മുതൽക്ക് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ചില അധ്യായങ്ങളുണ്ട്. അതെന്താണ്? നോക്കൂ നിങ്ങൾ, ആദ്യത്തെ പ്രസംഗം, തൗഹീദിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ആദ്യത്തെ പ്രസംഗം നടക്കാനിരിക്കുകയാണ്. എല്ലാവരും മുന്നിലെത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ, മനുഷ്യരെ, നിങ്ങൾക്കൊരു ലോകം വരാനുണ്ട്, മരണത്തിന്റെ ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ലോകം, അല്ലേ? ആരൊക്കെ എങ്ങനെയൊക്കെ മറചെയ്യപ്പെട്ടവരാണെങ്കിലും എണീറ്റു വരേണ്ട ലോകം, നിങ്ങൾ ആരാധിക്കേണ്ടത് റബ്ബിനെയാണെന്ന സാരാംശം പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തത് മൂത്താപ്പയാണ്. തബ്ബല്ലക യാ മുഹമ്മദ്. അവിടെ ആരംഭിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും നമുക്ക് വേണ്ടി എടുത്ത റിസ്കുകളും. സുഹൃത്തുക്കളെ, പിന്നെ സമൂഹത്തിൽ ഏറ്റവും സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം കള്ളനും ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നവനും ഒക്കെയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്റെ 2 പെൺകുട്ടികളെ ത്വലാഖ് ചൊല്ലി വീട്ടിലാക്കി. അത് എനിക്കും നിങ്ങൾക്കും പറ്റൂല, എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ആയിരങ്ങൾക്ക് പറ്റില്ല. പക്ഷേ നമ്മളൊരുക്കിയ ഈ കൗതുകത്തിന്റെ മഹാസംഗമത്തെ, പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഉയർക്കൊണ്ട ഈ മഹാസംഗമത്തെ കാണാൻ വേണ്ടി വന്ന എന്റെ 2 സൈഡിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കറിയാം എന്ത്. ഒരു ദിവസം മണിക്കൂറിന്റെ വ്യത്യാസം കൊണ്ട് 2 പെൺകുട്ടികളെ ത്വലാഖ് ചൊല്ലി വീട്ടിലാക്കി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പിതാവിന്റെ മാനസികാവസ്ഥ.
റസൂലുള്ളാഹി സഹിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും എന്നുവേണ്ട അന്ത്യ ദിനം വരെയുള്ള ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും വേണ്ടിയായിരുന്നു. മകളെ ഒട്ടകപ്പുറത്ത് നിന്ന് ചവിട്ടി താഴെയിട്ടു. ഗർഭം അലസിപ്പോയി. ഗർഭം അലസിയതിന്റെ വേദന ഒരു ഭാഗത്ത്, തന്റെ ഗർഭാശയ ഭിത്തികളിൽ വളർന്നു തുടങ്ങിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറുഭാഗത്ത്. ആ മകളുടെ മുടിയിഴകളിലൂടെ തലയോടി, മോളെ സാരല്ല, അള്ളാഹു നിന്നെ സഹായിക്കും എന്നാശ്വസിപ്പിക്കേണ്ടി വരുന്ന രംഗങ്ങൾ, അതും സഹിക്കാം. മദീനയിലെ അങ്ങാടി ആ പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്തു. എന്താ? ആയിഷ ബീവി മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന്. വിവാഹിതരായവർക്ക് അതറിയൂ. ഒരുത്തന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് അങ്ങാടിയിൽ മാർക്കറ്റിൽ വർത്തമാനം പറയപ്പെടുന്ന ദിവസങ്ങൾ ലഭിക്കുന്നതിലേറെ മെച്ചം ലോകം മുഴുവൻ തലയിൽ വെച്ചു കൊടുക്കലായിരിക്കും. അത്തരം പ്രതിസന്ധികളുടെ ദിനങ്ങളിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. ആരാധനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഅബാലയത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഇബ്രാഹിം പ്രവാചകന്റെ ഓർമ്മകൾ അലയടിക്കുന്ന ഇബ്രാഹിം പ്രവാചകനും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും ചുമലിൽ കല്ലേറ്റി ഉണ്ടാക്കിയ അവരുടെ വിയർപ്പിന്റെ ഗന്ധവും അവരുടെ കാലടിപ്പാടുകളുടെ നേർത്ത ശബ്ദവും ഉയരുന്ന, അവരുടെ വിയർപ്പിന്റെ ഗന്ധവും അവരുടെ കാലടിപ്പാടുകളുടെ നേർത്ത ശബ്ദവും ഉയരുന്ന മക്കയിലെ കഅബാലയത്തിന്റെ പരിസരത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട്, നെറ്റിത്തടം, ദൈവം നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ സൃഷ്ടിച്ച ഭൂമിയിലെ സുജൂദിന്റെ അവകാശം നിഷേധിക്കപ്പെട്ട് ഒറ്റക്കിരുന്ന് കരയേണ്ടി വന്ന ദിനങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകരെ അതിന്റെയുമൊക്കെ കുറെ ഇപ്പുറത്ത് ദാറുൽ അർക്കമിന്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ കിട്ടുമ്പോൾ ഓലമേഞ്ഞ കുടിലിൽ കാതിൽ പലതും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു. ശബ്ദമുയരുമ്പോൾ ശബ്ദം താഴ്ത്തണമെന്ന് നിർദ്ദേശം വരുന്നു. പുറത്തുനിന്ന് ചവിട്ടടിപ്പാടുകൾ കേൾക്കുമ്പോൾ കൊല്ലാൻ വരുന്നതാകുമോ? ഈത്തപ്പനയോലകൾ മെല്ലെ മാറ്റി നോക്കുന്നു. ആരാണ് വരുന്നത്? അല്ലേ? ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ദിനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉമ്മാന്റെ വീട്ടുകാർ സഹായിക്കുമെന്ന് വിചാരിച്ച് ത്വായിഫിലെത്തിയപ്പോൾ ഗൂഢാലോചന നടത്തി. ത്വായിഫിലെ തെമ്മാടി പിള്ളാരുടെ ഉരുളൻ കല്ലുകൾ തന്റെ നേരെ വരുമ്പോൾ പ്രവാചകൻ ജീവൻ രക്ഷാർത്ഥം ഓടുകയാണ്. ജനങ്ങളെ, വിദ്യാർത്ഥികളെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മക്കയിൽ നിന്ന് രക്ഷ തേടി ത്വായിഫിലെത്തിയ പ്രവാചക തിരുമേനി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂമാല കെട്ടുന്നതിനു പകരം കട്ടറോട്ടിലൂടെ കരിങ്കല്ലിന്റെ ഏറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുതിച്ചോടിയത് നമുക്ക് വേണ്ടിയായിരുന്നുവെന്ന തിരിച്ചറിവാണ് ഹൃദയത്തിൽ പ്രവാചകനെ സ്ഥാപിക്കാൻ നമുക്ക് പ്രേരണയാകേണ്ടത്. അങ്ങനെ മലയടിവാരത്തിലിരിക്കുമ്പോൾ മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്ക് വരുമ്പോൾ ഇത് മുഴുവൻ അവരുടെ തലയിൽ ഞാൻ കൊണ്ടുപോയി തള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഈത്തപ്പന മരത്തിന്റെ താഴെയിരുന്ന് ആശ്വാസത്തിന്റെ തണൽ മരത്തിന് താഴെയിരുന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. നോക്കൂ നിങ്ങൾ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ഭക്ഷണം വിളമ്പുന്നു. താൻ കൂട്ടിക്കൊണ്ടുപോയ കൂട്ടുകാരൻ മുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണേണ്ടി വന്നു. ജൂത സ്ത്രീയുടെ വിഷം പുരട്ടിയ ഭക്ഷണത്തിന്റെ വേദന മരണത്തിന്റെ തൊണ്ടക്കുഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എനിക്ക് കിട്ടിയ കേവലം മിനിറ്റുകളിൽ എന്റെ മനസ്സിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തെളിഞ്ഞ ചില ഫ്ലാഷ് ബാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രോഫ്കോൺ വേണ്ട, നാട്ടിലൊരു പൊതുപരിപാടി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഓർഗനൈസർ എന്തൊക്കെ അനുഭവിക്കണം, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കണം, അല്ലെ? അതിനാളെ വിളിക്കണം, പോസ്റ്റർ ഒട്ടിക്കണം, നോട്ടീസ് അടിക്കണം, സിആർഇ നിങ്ങൾ വിടിയും. നമ്മൾ സ്ഥിരം നടത്തുന്ന സിആർഇക്ക് വേണ്ടി എന്തൊക്കെ റിസ്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹ് ജീവിതകാലത്ത് നയിച്ച 70 യുദ്ധങ്ങൾക്ക് റസൂലുള്ളാഹ് എന്തുമാത്രം പ്രതിസന്ധികളുടെ സ്വാഗത സംഘമായിരിക്കും സുഹൃത്തുക്കളെ രൂപീകരിച്ചത്. ഉജ്ജ്വലമായ ഹൃദയത്തെ ഇളക്കേണ്ട ഒരു കാര്യമാണിത്, ഒരു ചിന്തയാണിത്. എന്താ റസൂലുള്ളാഹിക്ക് ശാന്തമായ സദസ്സിനോട് സംഭാഷണം നടത്താനുള്ള വേദിയല്ല ഒരുക്കേണ്ടി വന്നത്. മറിച്ച് കളിക്കൂട്ടുകാരന്റെ കഴുത്തിൽ കത്തിവെക്കാൻ, പിതാവിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ, എല്ലാ അർത്ഥത്തിലുമുള്ള നിയന്ത്രണങ്ങൾ
പ്രവാചകന് നഷ്ടപ്പെട്ടപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ കയറി അതിക്രമിക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന് മക്കയിലെ മനുഷ്യർ സന്നദ്ധരാകുമ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനൊരുങ്ങുന്നത് തന്നെ. അവിടെ സമ്പത്ത് വേണം, ആൾബലം വേണം, മറ്റൊരുത്തന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ, അവൻ ഇങ്ങോട്ട് വെട്ടുമ്പോൾ വെട്ടാൻ ആയുധ പരിശീലനം കിട്ടാത്ത മനുഷ്യർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. എന്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഞാൻ ഓടിച്ചു പറയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു വസിയത്താണ്. പ്രോഫ്കോൺ കഴിഞ്ഞെത്തിയാൽ പോസിറ്റീവായ പ്രവാചക ജീവിതത്തിന്റെ വായന വേണം. റസൂലുള്ളാഹിയുടെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു, എന്തായിരുന്നു, എനിക്ക് വേണ്ടി എന്റെ നബി എന്തൊക്കെ റിസ്ക് എടുത്തു എന്നത് ആലോചിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സമയം വേണം. ശരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞതുകൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്തിന് പലതും ചെയ്യാൻ സാധിച്ചു. ഉഹദ് മലയുടെ മുകളിൽ നിന്ന് AK-47 സ്ഥാനത്ത് അന്ന് ഉപയോഗിച്ച അമ്പിൽ നിന്ന് വന്ന വില്ലിൽ നിന്ന് വന്ന അമ്പുകൾ മാറത്തേക്ക് ഏറ്റുവാങ്ങാനും ചീറ്റിത്തെറിക്കുന്ന മനുഷ്യരക്തമൊഴുകിയ മണ്ണിൽ മറിഞ്ഞു വീഴാനും സ്വഹാബത്തിന് കഴിഞ്ഞത് അവര് പ്രവാചകൻ പറഞ്ഞ വരികളിലെ സയന്റിഫിക്കായ കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ ലാബിൽ നിന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ല. ശ്രദ്ധിക്കുക, എനിക്കും നിങ്ങൾക്കും പ്രവാചകനെ ബോധ്യപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ലാബിൽ പോയാലും പ്രവാചകനെ ബോധ്യപ്പെടും, ലാബിൽ പോയാലും പ്രവാചകനെ തിരിച്ചറിയും. ലാബിലെ അനലൈസേഷനുകൾ കഴിയുമ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ് സത്യമെന്ന് തെളിയും. അവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാൻ കഴിയും. ലാബും ലബോറട്ടറിയും ടെസ്റ്റും ടെസ്റ്റ് ട്യൂബും ഇല്ലാത്ത കാലത്ത് പ്രവാചകന് വേണ്ടി അവർക്ക് വിരിമാറി കാണിക്കാൻ സാധിച്ചു. പ്രവാചകന് വേണ്ടി സർവം സമർപ്പിക്കാൻ സാധിച്ചു. പിന്നെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൊട്ടാരമുറ്റത്തേക്ക് പ്രവാചകന്റെ കത്തും കൊണ്ടുപോയ വ്യക്തി ആ കത്ത് മുസൈലിമ പൊട്ടിച്ചു വായിച്ചപ്പോൾ ഇതിലുള്ള അഭിപ്രായമാണോ താങ്കൾക്കുമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതേ ഒന്ന് ഉത്തരം പറയുമ്പോൾ അധർമ്മകാരിയായ ധിക്കാരിയായ ചക്രവർത്തി അദ്ദേഹത്തെ വെള്ളത്തിൽ ചുട്ടുകൊല്ലാനാണ് ഓർഡർ ഇട്ടത്. വെള്ളം തിളച്ചു പൊങ്ങുന്നു, അതിലേക്ക് അദ്ദേഹത്തെ ഇറക്കി നിർത്താൻ നിർദ്ദേശിക്കുന്നു. വെള്ളപാത്രത്തിലേക്ക് ആരും ഇറക്കി നിർത്താതെ തന്റെ കാലുകൾ എടുത്തു വെച്ച് ഇറക്കി നിർത്തുമ്പോൾ സുഹൃത്തുക്കളെ, കൈത്തണ്ടയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടിരിക്കുന്ന ഭാര്യയെക്കുറിച്ചും അനാഥമാകുന്ന കുടുംബത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് ബോധ്യമുണ്ടല്ലോ. ഉണ്ട്. പിന്നെ എന്തുകൊണ്ടിത് സാധിച്ചു? എന്തുകൊണ്ടിത് സാധിച്ചു? പ്രവാചകൻ കൊടുത്തയച്ച കത്തിൽ വിശ്വസിച്ച് ഞാൻ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. കാരണം വിശ്വാസത്തിന്റെ പവർ അത്ര ഉണ്ട്, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പവർ അത്രത്തോളമുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ആ വെള്ളം ഇങ്ങനെ തിളച്ചു പൊങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ എറ്റി വീഴാണ്. അപ്പോ മുസൈലിമ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാകുമല്ലേ? അദ്ദേഹത്തിന്റെ ഉത്തരം ഇല്ല. പിന്നെ എന്തിനാണ് താങ്കൾ കരയുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, 100 ചെമ്പുകളിൽ നിങ്ങൾ എന്നെ, എനിക്ക് 100 ശരീരമുണ്ടെങ്കിൽ 100 ചെമ്പുകളിൽ നിങ്ങൾ എന്നെ ഇറക്കി നിർത്തിയിരുന്നുവെങ്കിൽ അതിന്റെ പുണ്യം കൊണ്ടെങ്കിലും എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. പക്ഷേ അതില്ലാതെ പോയല്ലോ. തന്റെ ശരീരത്തിൽ കത്തിയെരിയുന്ന മാംസം, അത് കത്തിയെരിയുമ്പോഴും മരണത്തിന്റെ ശേഷമുള്ള ലോകത്തെക്കുറിച്ചും മനുഷ്യർ മയ്യത്തിൻ കട്ടിലിൽ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്ന ഇത്തിരിപ്പോന്ന ഹോൾസിനെ കുറിച്ചും അവിടെ ചെരിച്ചിറക്കി വെച്ച് കല്ലുവെക്കുന്നതിനെ കുറിച്ചുമാണ് അവരൊക്കെ ആലോചിച്ചത്. ഇനി നമുക്ക് നമ്മളോട് ചോദിക്കാം, നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ക്യാമ്പസിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരൊറ്റ ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ മതിയാകും. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച ഒരു കുട്ടി, അവൻ അവസാനം അവന്റെ അടുത്ത് അമ്മ പറഞ്ഞത് മാത്രം ഞാൻ പറയാം, സമയത്തിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അവന്റെ അടുത്ത് അമ്മ പറഞ്ഞത്, മോനെ നീ ഏത് മതമായിക്കോ, പക്ഷെ നീ മുസ്ലിം ആകരുത്. കാരണം മുസ്ലിമായാൽ അമ്മന്റെ മോനെ പിന്നെ അമ്മ കാണേണ്ടി വരിക. അൽ ഖൈദ പോരാളികളുടെ ആയുധപ്പുരയിൽ പോയി ആയുധ പരിശീലനം നടത്തി നീ ഏതെങ്കിലുമൊക്കെ എംബസിക്ക് മുന്നിൽ മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിക്കുന്ന ക്യാമ്പസിൽ ജിഹാദ് എന്ന ടെർമിനോളജി നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ രൂപപ്പെടുന്നത് നീണ്ട താടി വെച്ച് കയ്യിൽ വാളും പിടിച്ച് അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിലൂടെ കുതിരപ്പുറത്ത് കുതിച്ചു പായുന്ന ബിൻ ലാദനെയും അതേപോലെ തന്നെ ഗദ്ദാഫിയെയും അവർ സൃഷ്ടിക്കുന്ന സ്വേച്ഛാധികാരങ്ങളെയുമാണ്. ലോകത്ത് നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ഭംഗിയായി മനോഹരമായ ക്യാമറകളിൽ പകർത്തി അത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് അച്ഛൻ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ പൊട്ടിക്കരച്ചിലും
ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ പൊട്ടിക്കരച്ചിലുമൊക്കെ ഉണ്ടാകുന്നത് ജിഹാദ് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് എന്തു വേണമെന്നറിയോ? തിരുത്താൻ കഴിയണം, അവരോട് സംസാരിക്കാൻ കഴിയണം. റസൂലുള്ളാഹിക്ക് വേണ്ടി, ദീനിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം സിയാറിലേക്ക് അവരെ വിളിക്കുക, കേട്ട CD കൊടുക്കുക, ലഘുലേഖ കൊടുക്കുക, സുഹൃത്തുക്കൾക്ക് കാര്യങ്ങളെ കൈമാറുക എന്നതാണ് എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സമാപന സെഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ സെഷനിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മലപ്പുറം സ്ഥല MLA ഉബൈദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും.